ഹലോ കൂട്ടുകാരെ, നമുക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. ഇത് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ആദ്യത്തെ ഹൈവേക്ക് ഇട്ട് പണിത് അത് മാറ്റി വെച്ച്, ഇത് രണ്ടാമത്തേണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ മുടിയിൽ ഹൈവേസ് എടുക്കാം. രണ്ടായിട്ട് ഇപ്പോൾ സൈഡ് പാർട്ടീഷൻ എടുത്ത് പിന്നെ ഒരു സെൻറ്റർ പാർട്ടീഷനും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലെ മുടി കുറച്ച് എടുത്ത് പിരിച്ച് ക്ലിപ്പ് ചെയ്യുക. അതിൻ്റെ താഴത്തെ മുടി കുറച്ച് എടുത്ത് പിരിച്ച് ക്ലിപ്പ് ചെയ്യുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ഈര് വലിക്കണ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈര് വലിക്കണമില്ല. ഞാൻ ഇപ്പോൾ ന്യൂജൻ പിള്ളേർ ഫ്രണ്ടിൽ മുടി ഇടുന്ന പോലെ ഇടാൻ ശ്രമിച്ചതാണ്, പക്ഷേ പാളിപ്പോയി, ശരിയായില്ല. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കെട്ടുക. ആദ്യം കുറച്ച് മുടി എടുത്ത് പിരിച്ച് വെച്ച് ക്ലിപ്പ് കുത്തുക, പിന്നെയും താഴത്തെ മുടി പിരിച്ച് വെച്ച് ക്ലിപ്പ് കുത്തുക. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിച്ചെവി മുടിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ മടങ്ങിപ്പോവും, അതിനെ വലിച്ച് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ മുടിയൊക്കെ കെട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി വരാണ്ടൊക്കെ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. എൻ്റെ ഏറ്റവും അവസാനം മുടി കെട്ടി കഴിയുമ്പോൾ എൻ്റെ 2 വെള്ളച്ചേട്ടന്മാരുണ്ട് എൻ്റെ മുടിയുടെ കൂട്ടത്തിൽ. 2 വെള്ളച്ചേട്ടന്മാരല്ല, കുറേ ചേട്ടന്മാരുണ്ട് വെള്ള കളറിൽ. അത് ഈ നടുക്ക് തന്നെ ഞാൻ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ പൊക്കി ഹായ് കാണിച്ചുകൊണ്ടിരിക്കും. എന്ത് കാര്യത്തിനാണാവോ. വെള്ളച്ചേട്ടന്മാരനെയൊക്കെ ഞാൻ കറുപ്പാക്കും അധികം വൈകാതെ. നല്ലോണം മുടി എനിക്ക് കുറേ ക്ലിപ്പ് വെച്ച് കുറേ മുടി കുത്തി വെച്ചില്ലെങ്കിൽ ലൂസായി പോണ പോലത്തെ വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും. വല്ലാത്ത ഫീലിംഗ് അല്ല, മുടി കഴിഞ്ഞ് പോവോ എന്നുള്ള ടെൻഷൻ കൊണ്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണം അതുപോലും മര്യാദ ചെയ്യാൻ പറ്റത്തില്ല. ഇനി 2 സൈഡ് നോക്കുക. ഇട്ടേക്കണ ഹൈവേ കറക്റ്റാണോ, പണിതേക്കണ പാലം കറക്റ്റാണോ നോക്കുക കേട്ടോ. എൻ്റെ വെള്ളച്ചെടിൻ്റെ ഉള്ളിലോട്ട് ഒതുക്കി കളഞ്ഞ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഹെയർ സ്റ്റൈല്. ഇതിലും ഹാർഡായിട്ടുള്ള ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേരും. ഇതിലും വലിയ ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.